നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നയുടൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജിവെക്കാനാവശ്യപ്പെട്ട 6 ഗവർണർമാരിൽ പ്രധാനിയായിരുന്നു മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ. എന്നാൽ ഉത്തരവാദപ്പെട്ടവർ ആവശ്യപ്പെടാതെ രാജിവെക്കില്ലെന്ന നിലപാടിലായിരുന്നു കഴിഞ്ഞ 3 മാസമായി ശങ്കരനാരായണൻ. കേന്ദ്രവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശങ്കരനാരായണനെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുമ്പ് മാറ്റാനായിരുന്നു കേന്ദ്ര തീരുമാനം. ഇതനുസരിച്ചാണ് ശങ്കരനാരായണനെ മിസോറാം ഗവർണറാക്കി രാഷ്ട്രപതി ഉത്തരവ് ഇന്നലെ പുറപ്പെടുവിച്ചത്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തയാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വാർത്തകൾ. ഗുജറാത്ത് ഗവർണറായ OP കോഹ്ലിക്കാണ് മഹാരാഷ്ട്ര ഗവർണറുടെ അധിക ചുമതല നൽകിയിരിക്കുന്നത്. കമല ബനിവാളിനെ മിസോറാം ഗവർണർ സ്ഥാനത്ത് നിന്ന് നീക്കിയതോടെയാണ് മിസോറാമിൽ സ്ഥാനം ഒഴിവു വന്നത്. ആന്റണിയുടെ വിശ്വസ്തനായ ശങ്കരനാരായണൻ 2010-ലാണ് മഹാരാഷ്ട്ര ഗവർണറായത്. 2012-ൽ വീണ്ടും നിയമിക്കപ്പെട്ട ശങ്കരനാരായണന് 2017 വരെ കാലാവധി ഉണ്ടായിരുന്നു. നേരത്തെ മിസോറാം ഗവർണറായിരുന്ന വക്കം പുരുഷോത്തമനെ മാറ്റിയിട്ടാണ് കമല ബനിവാളിനെ നിയമിച്ചിരുന്നത്. ഇതോടെ 3 മാസത്തിനകം മിസോറാമിൽ അടിക്കടി പുതിയ ഗവർണർമാർ എത്തുന്ന സ്ഥിതിയായിരിക്കുന്നു. ഗവർണർമാരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ശങ്കരനാരായണന്റെ സ്ഥലം മാറ്റം. TV ന്യൂസ്, ഡൽഹി.